നമ്മുടെയൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയും ആരാധനയ്ക്കും ഒക്കെ മാറ്റം വരുന്നുണ്ടോ? സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ നല്ല പ്രാർത്ഥനയും, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിട്ട് നിൽക്കുമ്പം അന്നേരം പാട്ടും ഇല്ല, പ്രാർത്ഥനയില്ല, അങ്ങനെ ആയിപ്പോരുത്. ആമേൻ. ഏത് സാഹചര്യത്തിലും ദൈവമുഖത്തേക്ക് നോക്കുക. എവിടെ ഇപ്പോൾ ഭയങ്കരമായ സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ ഏറെ ദിവസങ്ങളായി പൗലൂസിൻ്റെ ഈ യാത്രയിൽ. പക്ഷെ പൗലൂസിൻ്റെ കാഴ്ചപ്പാടിന് മാറ്റമില്ല. നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? ഞാൻ ആത്മീയ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്, ദൈവബന്ധത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. കുഴപ്പമൊന്നുമില്ല, നമ്മൾ മുമ്പോട്ട് പോവുകയാണ്, നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഈസിയാണ്. എന്നാൽ ചില പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്തോ പറയും? അവിടെയും നേരത്തെ എന്താണോ പറഞ്ഞത് അത് തന്നെ പറയണം. ആമേൻ. പൗലോസ് കൂടുതലും അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അഥവാ പുതിയ നിയമം നമ്മളെ കൂടുതലും പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള ആലോചനകളാണ്. എൻ്റെ ദൈവം, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം, ആ ദൈവം പറഞ്ഞേക്കുക. അപ്പോൾ പൗലോസിനോട് ദൈവം അത്ര വലിയ പ്രതിസന്ധിക്കകത്ത് അങ്ങനെ സംസാരിച്ചെങ്കിൽ നിങ്ങളോട് ദൈവം, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏതൊരു പ്രതിസന്ധിക്കകത്തും നിങ്ങൾക്ക് ദൈവം ഒരു ദൂത് കൈമാറും. നിങ്ങളെ ദൈവം ഉറപ്പിക്കും. നിങ്ങളെ ഈ നടുക്കടലിൽ ദൈവം കൈവിട്ട് കളയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. അപ്പം നമ്മൾ ആളുകൾ എന്ത് പറയും? ആളുകൾ പറയുന്ന കാര്യം, 3-ാം സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, അവന് ദൈവത്തിൽ നിന്ന് രക്ഷയില്ലെന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും നിങ്ങളുടെ തലമുറയെക്കുറിച്ചും നിങ്ങളുടെ അവസ്ഥകളെക്കുറിച്ചൊക്കെ പലരും പറഞ്ഞേക്കാം. അത് കാര്യമാക്കണ്ട. പള്ളിപ്രമാണിയായ യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ട് എന്താ പറഞ്ഞേ? ആ കുഞ്ഞ് മരിച്ചുപോയി. യേശു ആ വാക്ക് കാര്യമാക്കാതെ അവനോട് പറയാണ്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. ആളുകൾ പറയുന്നത് നമ്മൾ കാര്യമാക്കാൻ പോകരുത്. ആളുകൾ പറയുന്ന കാര്യമായിട്ടെടുത്താൽ യേശുവിനെ കൂടാതെ ഇപ്പം നീ അടക്കത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടി വരും. യേശു പറയുന്ന കേൾക്കുക. നിന്റെ സ്വന്തം ബുദ്ധിയിലും എന്തെങ്കിലും വിളിച്ച് പറയില്ല. ഈ കാര്യത്തിൽ ഇനി വിടുതൽ ഉണ്ടാകുകയില്ല എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇന്ന് അതിനെ പൊട്ടിച്ച് കളയണം നിങ്ങൾ. ഇത് ശരിയാവത്തില്ല, ഇത് നഷ്ടത്തിലാകും, ഇത് കഷ്ടത്തിലാകും, ഇത് പരാജയമാകും എന്നൊക്കെ നമ്മുടെ അകത്തേക്ക് ഇങ്ങനെ വല്ലാതെ വന്നു കയറുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിനെ ശാസിച്ച് പ്രാർത്ഥിക്കണം. ഇതൊരു വിജയമായിട്ട് തീരും. ഇതിനകത്തൊരു നന്മ ഉണ്ടാകും. ഇതിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടാകും.